ആന്ധ്രയിലും തെലങ്കാനയിലും കനത്ത മഴ തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും കനത്ത മഴയാണ് അവിടെ. മഴക്കെടുതിയിൽ 24 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ഹൈദരാബാദിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. IT സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുകയാണ്. നിരവധി ട്രെയിനുകൾ റദ്ദാക്കപ്പെട്ടു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി, വിശദാംശങ്ങൾ. മഴ ഇപ്പോഴും കാര്യമായി തുടരുന്നു എന്നാണോ വാർത്ത? SKN രക്ഷാപ്രവർത്തനത്തിന് വലിയ ആശ്വാസം ഇപ്പോൾ വിജയവാഡയിലും അതുപോലെ തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുമൊക്കെ മഴ ഇന്നിപ്പോൾ കാര്യമായി കുറവുണ്ട് എന്നുള്ളതുണ്ട്. ഒരു ഫ്ലാഷ് ഫ്ലഡ് പോലെയാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ അവിടെ മഴ പെയ്തത്. പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായത് വിജയവാഡയിൽ തന്നെ, ആന്ധ്രാപ്രദേശ് എടുത്താൽ വിജയവാഡയിൽ തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്. കൃഷ്ണ ഗോദാവരി നദികളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകിയതോടെയും ആണ് ഈ വലിയ തോതിലുള്ള ഒരു പ്രശ്നം അവിടെ പ്രളയം ഉണ്ടാകുന്നത്. എന്തായാലും 24 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ ഈ കൃഷ്ണ ഗോദാവരി നദിയുടെ പരിസരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രളയം ഉണ്ടായ സ്ഥലത്തു നിന്നും ഒക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട്. നിരീക്ഷണവും രക്ഷാപ്രവർത്തനവും ഒക്കെ ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും പുരോഗമിക്കുന്നുണ്ട്. ആന്ധ്രയിലേക്ക് വന്നാൽ ശ്രീകാകുളം, പാർവതിപുരം, മന്യം, വിശാഖപട്ടണം എന്നീ ജില്ലകളിലും മഴയുണ്ട്. അവിടെയും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അതായത് മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ മഴക്കെടുതി എന്തായാലും രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു നിലയാണ് ഉള്ളത്. തെലങ്കാനയിലാണെങ്കിൽ മെഹബൂബാബാദ്, സൂര്യപേട്ട്, ഭദ്രതി, കൊത്താഗുഡം, കമ്മം ജില്ലകളിലാണ് നിലവിൽ ഈ രീതിയിലുള്ള പ്രളയ സമാനമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുമായി 24 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. എന്തായാലും ആന്ധ്രയിലും തെലങ്കാനയിലും കാര്യമായി മഴ തുടരുകയാണ്. മഴക്കെടുതികളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.